ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പട്ടാണി വട എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ പട്ടാണി അഥവാ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വറമുളക്, ഒരു മീഡിയം സൈസ് ഓണിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 4 അല്ലി പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു കപ്പ് കൊറിയാണ്ടർ ലീഫ്, ആവശ്യത്തിന് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പട്ടാണിയും വറ്റൽമുളകും കൂടെ നമ്മുടെ മിക്സിയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒരു മീഡിയം പരുവത്തിൽ അരച്ചെടുക്കാം. അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കുഴയാനും പാടില്ല, ഒരു മീഡിയം പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ആദ്യം ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഇവയെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ചെറിയ വടകളാക്കി നമുക്ക് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് എണ്ണ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തട്ടിയിടുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ ഉടയാണ്ട് സൂക്ഷിക്കണം, ഉടഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് നീറ്റായിട്ട് നല്ല ഷേപ്പിൽ അതിനെ തട്ടി എണ്ണയിലേക്ക് ഇടുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് ഫ്രൈ ചെയ്യാനും പാടില്ല, നമുക്ക് ഏകദേശം ഒന്ന് വെന്ത് കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ നമുക്കൊരു മീഡിയം പരുവത്തിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള മാവ് നമുക്കിതുപോലെ വട ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പട്ടാണി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നല്ലൊരു അക്കമ്പനിമെൻറ്റ് ടൊമാറ്റോ സോസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.